Hi everyone, it's me Rahul. Welcome to Rich Chart Talks. So നമ്മുടെ ഇന്നലെ അതായത് നമ്മുടെ മൺഡേ ഫസ്റ്റ് ഡേ ആക്ച്വലി ഇന്നലെ നമുക്ക് ലോസ്റ്റ് ഡേ ആയിരുന്നു. ആക്ച്വലി ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എൻട്രി, അതുകൊണ്ട് എനിക്കത് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഇന്നലെ എൻ്റെ കൂടെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ എടുത്തവർക്കെല്ലാം ചെറിയ ലോസ് ഉണ്ടായിട്ടുണ്ട്. ലോസ് മീൻസ് ഒരു ചെറിയ മിസ്റ്റേക്കിൻ്റെ മുകളിലുണ്ടായ ലോസ് ആണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും എൻട്രി എടുക്കാൻ, ഒന്ന് താഴോട്ട് വന്നിട്ടേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ എന്ന് നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലായിരുന്നു പോയത്. ഒന്ന് ബാക്ക് താഴോട്ട് വന്നെങ്കിലും ഈ ഗ്യാപ്പ് ഫില്ലായതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതൊരു കൺഫ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് പുൾ ബാക്ക് ചെയ്തു. നമ്മുടെ ഇതായിരുന്നല്ലോ നമ്മുടെ എൻട്രി ലെവൽ, ഓർമ്മയില്ലേ? 25,937 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെനാരിയോ, ഗ്യാപ്പ് അപ്പ് സെനാരിയോ, ഫ്ലാറ്റ് ഓപ്പണിങ്. എന്നിട്ട് അവിടുന്ന് ആ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് തിരിച്ച് പുഷ് ചെയ്തു. 26,010 ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ നമ്മുടെ ടാർഗറ്റ്. 26,014 അറൗണ്ട് ആ ലെവൽ വരെ പോവുകയും ചെയ്തു. ഇത് അൺവാണ്ടഡ് ലോസ് ആയിരുന്നു. ഓക്കെ, ബിക്കോസ് ഓഫ് ബാങ്ക് നിഫ്റ്റി. ഇതാണ് എൻ്റെ തെറ്റ് പറ്റിയത്. ബാങ്ക് നിഫ്റ്റി രാവിലെ തന്നെ ഒരു നല്ല റാലി കാണിച്ചു. സോ ഐ എക്സ്പെക്ട് നിഫ്റ്റി ഈ റീടെസ്റ്റ് തരത്തില്ല എന്ന് വിചാരിച്ചു. ഐ ഓൾവേസ് വെയിറ്റ് ഫോർ ദ റീടെസ്റ്റ്. ഓക്കെ, ഞാൻ പ്രൈസ് ആക്ഷൻ കറക്റ്റാന്ന് നോക്കിയിട്ടാണ് എപ്പോഴും എടുക്കാറ്. ബട്ട് ഓക്കെ, എപ്പോഴും എല്ലാവരും ശരിയാകണമെന്നില്ലല്ലോ. ലോസ് ഇസ് എ പാർട്ട് ഓഫ് ഗെയിം. ഓക്കെ, സോ നമുക്ക് അടുത്ത ട്രേഡ് നാളെ എക്സ്പയറി ഡേ ആണ് നിഫ്റ്റിയുടെ. സോ നമുക്ക് നാളെ നല്ലൊരു നല്ലൊരു ഡേ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം അതിനെ. അതായത് പ്രോഫിറ്റ് ഉള്ള ദിവസമായിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഡോണ്ട് വറി. സോ അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ മെയിൻ ട്രെൻഡ്, അതായത് റിച്ച് ചാർട്ട് ടോക്സിന്റെ പ്രൈസ് ആക്ഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ, ഞാൻ ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ ട്രേഡിങ്. ഓക്കെ, ഞാൻ ചെയ്യുന്ന എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുന്നത്, ട്രേഡിന്റെ ഒരു ക്യാൻഡിൽ നോക്കി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് RSI യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു ചെറിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡിസംബർ ഫസ്റ്റ് വീക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് കോഴ്സ് അതായത് ഒരു വലിയ എമൗണ്ടിലൊക്കെ നമ്മളിപ്പോൾ ഈ ട്രേഡിങ് പഠിക്കുന്ന ആൾക്ക് സിമ്പിളായിട്ട് ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിന്റെ ബേസിക്സ് മുതൽ നമുക്ക് നല്ലൊരു ഒരു സ്റ്റെപ്പ് ഔട്ട് വെക്കാൻ പറ്റുന്ന ഒരു കോഴ്സായിരിക്കും. ഇറ്റ്സ് മൈ ഗ്യാരണ്ടി. ആൻഡ് അത് കഴിഞ്ഞിട്ട് തന്നെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മൾ ലൈവ് ട്രേഡിങ് ചെയ്യും. അതായത് കോഴ്സ് വെറുതെ ഓഫ്ലൈനിൽ പഠിപ്പിച്ച് പോവുകയല്ലേ ചെയ്യുക, ലൈവ് ട്രേഡിങ് ചെയ്യിപ്പിക്കും നമ്മുടെ ഒപ്പം ഇരുത്തിയിട്ട്. സോ അപ്പം ലൈവ് ട്രേഡിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ ലൈവായിട്ട് ഒരുമിച്ച് നമ്മൾ ഇതെടുക്കും, ട്രേഡ്സ് എടുക്കും. സോ ആ ഒരു ട്രേഡ് തന്നെ കവർ ആകാനുള്ള ഫീ ഉള്ളൂ കോഴ്സിൽ. ജസ്റ്റ് ചെക്കൗട്ട് നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ലിങ്ക് വെബ് പേജിന്റെ ഇതുണ്ട്. അതായത് നമ്മുടെ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഉണ്ട്. ഞാൻ ഈ വീഡിയോയിലും ആഡ് ആക്കിയിരിക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ അനാലിസിലോട്ട് പോവാം. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ലെവൽസ് ഇതൊക്കെയാണ്. ഈ ലെവലിൽ നിഫ്റ്റി ബിൽഡായിട്ട് നമ്മുടെ ലെവലിനുള്ളിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഓക്കെ, സോ ഈ ലെവൽ നമ്മൾ ഓൾറെഡി അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യാം. ഇതിപ്പം ഇവിടുന്ന് ട്രെൻഡ് ലൈൻ മുകളിലോട്ട് വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ അതായത് ചെറിയൊരു ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക്ഔട്ട് ആയിരുന്നു ഇതുകൂടും തന്നിട്ടുണ്ടായിരുന്നത്. അത് ഫ്ലാഗ് ആൻഡ് പോൾ എന്താണെന്ന് അറിയാലോ അല്ലെ? അതായത് ഇതൊരു ഫ്ലാഗ്, ഇതൊരു പോൾ, ഇതൊരു ഫ്ലാഗ് കഴിഞ്ഞിട്ട് ആ ഫ്ലാഗിന് ചെറിയൊരു ബ്രേക്ക്ഔട്ട്. ഞാനിത് ലൈവില് വരച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഈ രണ്ട് ക്യാൻഡിൽ പാറ്റേൺ, അതായത് ഇതാണ് ബുള്ളിഷ് പിയേഴ്സിങ്. അതായത് ഒരു റെഡ് ക്യാൻഡിലിനെ താഴെ നിന്ന് തുളച്ച് മുകളിലോട്ട് കയറുക, അതാണ് ബുള്ളിഷ് പിയേഴ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ക്യാൻഡിൽ വന്നു കഴിഞ്ഞിട്ട് നല്ലൊരു പ്രൈസ് ആക്ഷൻ ക്യാൻഡിൽ, അതായത് നല്ലൊരു വോളിയം ക്യാൻഡിൽ വന്നു. പിന്നെ ആ ഒരു ബൈങ് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മുടെ ലെവൽ വരെ പോവുക ഉണ്ടായിരുന്നത്. ഇതാണ് ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ മാർക്കറ്റിൽ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്തേക്കാം. ആദ്യം മുതൽ തന്നെ എന്തായാലും സ്റ്റാർട്ട് ചെയ്തല്ലേ. സോ നമുക്ക് വീക്കിലി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വീക്കിലി അനാലിസിസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വീക്കിലിൽ ഇന്ന് നമ്മുടെ ലാസ്റ്റ് വീക്കിന്റെ ഹൈയിലാണ് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീക്കില് ഫ്രൈഡേ അനാലിസിസ് ചെയ്ത് ക്ലോസ് ചെയ്തപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് വീക്ക് ഹൈ is act like a resistance. Okay, previous week high നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ പ്രീവിയസ് വീക്ക് ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്.
പ്രീവിയസ് വീക്ക് ഹൈ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇതാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഇടുന്നുണ്ട് പ്രീവിയസ് വീക്ക് ഹൈ, അതായത് PWH മാർക്കറ്റ് ഇപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. സോ പ്രീവിയസ് വീക്ക് ഹൈയിൽ മാർക്കറ്റ് ഇപ്പോൾ ഉണ്ട്. സോ നമുക്ക് ഡേയിലോട്ട് പോവാം. ഡേയിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് ആ വീക്ക് ഹൈയുടെ താഴത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വരണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കാം ഈ വീക്കിന്റെ ഹൈയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സോ ഈ ലോ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഡേ ലോ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ. സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കിട്ടാൻ. ആൻഡ് ഈ ഒരു വിൻഡോ, അതായത് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇൻ കേസ് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമല്ലോ. സോ നമുക്ക് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീക്ക് ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് വീക്ക് ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇന്നത്തെ ഡേ ഹൈ ഡേ ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 1 അവറിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വന്ന് കഴിയുമ്പോൾ 1 അവറിൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഈ ഒരു സോണിലാണ്. 25,908 മുതൽ 26 ഒരു 100 പോയിന്റ് സോണിലാണ്. സോ ഈ സോണിൽ നമ്മൾ പുൾ ബാക്കിലായിരിക്കും എൻട്രി നോക്കുക. 50 മിനിറ്റ്സിൽ പറഞ്ഞുതരാം. ആൻഡ് പിന്നെ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഇതൊരു മേജർ സപ്പോർട്ട് ഏരിയ ആണ്. മാർക്കറ്റ് എങ്ങനെയും താഴോട്ട് വരികയാണെങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 25,828. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇത് ഒരുപാട് വട്ടം ഇവിടെ ഇത്രയും ടച്ച് ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ, പിന്നെ ഈ ഒരു ഇവിടെയും സപ്പോർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 മിനിറ്റ്സിൽ ജസ്റ്റ് ആയിട്ട് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് മുന്നേ ഇതിന്റെ മുകളിലുള്ള ഈ ഒരു 26,085 ഈ ഒരു ഹൈ മാർക്ക് ചെയ്തിട്ടേക്കാം. അടുത്ത ടാർഗറ്റ് നമ്മുടെ അതാണ് കേട്ടോ. 26,083 ഈസ് ദ സെക്കൻഡ് ടാർഗറ്റ് മുകളിലോട്ടുള്ള. അതായത് നാളെ മുകളിലോട്ടൊരു മൂവ്മെന്റ് കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് ഇതായിരിക്കും. ഓക്കെ, ആൻഡ് 5 മിനിറ്റ്സിലോട്ട് 50 മിനിറ്റ്സിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ 15 മിനിറ്റ്സിൽ നമ്മൾ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്യാം എവിടെയെങ്കിലും. ഓക്കെ, ഈ ഏരിയ എടുക്കാം. ഇതിന്റെ ഒരു സെന്റർ എടുക്കാം നമ്മൾ. ഞാൻ ലാസ്റ്റ് നമ്മുടെ ഗൂഗിൾ മീറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന്റെ ഒരു സെന്റർ എടുക്കാം. ഈ സെന്റർ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, തിരിച്ച് കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റിയേക്കാം. ഓക്കെ, 25,860 ഈ ഒരു ലെവല് നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം. ബിക്കോസ് മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഇതൊരു നമുക്ക് ബൈയിങ് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ നമ്മൾ വരച്ചു വന്നപ്പം സെയിം ലെവൽസ് തന്നെയായി. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വരച്ച ലെവൽസ് തന്നെയായി. സോ നമുക്ക് നാളെ ഇതിന്റെ മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ, ഇതിന്റെ മുകളിൽ വോളിയത്തോട് ഒരു ക്ലോസ് വരികയാണെങ്കിൽ നാളെ നമുക്ക് ട്രേഡ് പോവാം. നാളത്തെ എക്സ്പയറി നമ്മൾ എടുക്കത്തില്ല, നെക്സ്റ്റ് വീക്ക് നമുക്ക് എടുക്കാം. ഞാൻ ടെലിഗ്രാം ചാനലിലും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ ഈ ഏരിയയിൽ നമുക്ക് നാളെ ട്രേഡ് ഉണ്ടാകത്തില്ല മാർക്കറ്റ്. പിന്നെ ഇവിടുന്ന് ഒരു ചെറിയൊരു 15 മിനിറ്റ്സിലെ ട്രെൻഡ് ലൈൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കാം. ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സിലെ ട്രെൻഡ് ലൈൻ, ഇതൊരു ചെറിയ ഷോർട്ട് ടൈം ട്രെൻഡ് ലൈൻ ആണ്. ഇത് വലിയ യൂസ്ഫുൾ ഒന്നും അല്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ വരച്ചതേ ഉള്ളൂ. ഈ ട്രെൻഡ് ലൈൻ ആക്ച്വലി വരുന്നത് ഇവിടുന്നാണ്. ഓക്കെ, ഈ ട്രെൻഡ് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ട്രെൻഡ് ലൈൻ ആക്ച്വലി വരുന്നത് താഴെയാണ്. ഇങ്ങനെ ട്രെൻഡ് ലൈൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഈ ലെവൽസ് ഒക്കെ എടുക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഐ എം നോട്ട് ഫോഴ്സിങ് യു. ഓക്കെ, ഇത് ഫസ്റ്റ് കോഴ്സാണ് എൻ്റെ ബാച്ചിലെ. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് കോഴ്സ് എടുക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഡൗട്ട് എന്നോട് ചോദിക്കുക. അപ്പോൾ യുവർ വിഷ്. ഇതൊരു ചെറിയ, അതായത് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയൊരു എമൗണ്ടിലാണ്. ഓക്കെ, അറൌണ്ട് 5,000 rupees ഫോർ 1 month ക്ലാസ്. ആൻഡ് ഇതിൽ ഫണ്ടമെന്റലി നമ്മളെ പഠിപ്പിച്ചു തരും. അത് ഫണ്ടമെന്റലി ക്ലാസ് എടുക്കുന്നത് എൻ്റെ പാർട്ട്ണർ ആയിരിക്കും. ഫണ്ടമെന്റലി അരുൺ ക്ലാസ് എടുത്തു തരും നിങ്ങളെ മാർക്കറ്റിന്റെ കാര്യങ്ങളെല്ലാം. പിന്നെ സ്റ്റോക്ക് സെലക്ഷൻ നമുക്ക് ബേസിക്കലി പറഞ്ഞു തരും, എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഒരുപാട് സ്റ്റോപ്പ് ലോസ് നമ്മൾ പഠിച്ചിട്ട് ട്രേഡിങ് ചെയ്യുക, പഠിക്കാതെ നമ്മൾ ട്രേഡിങ് ചെയ്തിട്ട് നമ്മുടെ ലോസ് ഉണ്ടാക്കത്തുള്ളൂ. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ നമ്മുടെ 26,014 മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് നാളത്തെ ട്രേഡ് പോവാം. ഒരു പുൾ ബാക്ക് എൻട്രി ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ നമ്മുടെ ഇതിനകത്തും കമന്റ് ബോക്സിലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാമും എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അപ്ഡേറ്റ്സ് ഒക്കെ അതിനകത്ത് തരുന്നതായിരിക്കും.
സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.